ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കൂടെ സുഖം തന്നെയാണ് കേട്ടോ. ഇന്ന് നല്ലൊരു മോർണിംഗ് ആണ് എനിക്ക്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ട്രിപ്പ് പോണ ദിവസങ്ങളൊക്കെ നല്ലൊരു മോർണിംഗ് ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്നൊരു ട്രിപ്പ് പോവാണ്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ട്രിപ്പ് പോണ തലേദിവസത്തെ പാക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും അതിൻ്റെ ചെറിയൊരു ഭാഗം തന്നെയാണ് കാണിക്കുന്നത്. ട്രിപ്പ് ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള കുറച്ച് തിരക്ക് പിടിച്ച കുറച്ച് എന്താ പറയുക ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടേക്കാണ് ട്രിപ്പ് പോകുന്നത് ചോദിച്ചാൽ, അപ്പോളോ ടയേഴ്സ് സ്പോൺസർ ചെയ്യുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ. എന്താ പറയുക, ബന്ദിപ്പൂരിലേക്കാണ് ട്രിപ്പ് ഉള്ളത്. കുറേ ഫാമിലി ഉണ്ട്. ഒരു ഓഫ് റോഡ്, ഒരു ഫൺ ഡ്രൈവ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഡ്രൈവാണ്. ചെറിയൊരു ഫോറസ്റ്റ് ഡ്രൈവൊക്കെ ആയിട്ടുള്ള ഒരു ഫൺ ഡ്രൈവാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരു നല്ല രസമായിരിക്കും. ഇന്ന് നമുക്കൊരു സ്റ്റേയും ഉണ്ടായിരിക്കും കേട്ടോ. ഇന്ന് ബന്ദിപ്പൂരിൽ നമുക്ക് സ്റ്റേ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ ശരിക്കും തിരിച്ചു വരാം. പക്ഷേ നാളെ നമ്മൾ അവിടുന്ന് നേരെ ഊട്ടിയിൽ ഞാനും സുജ അങ്ങനെ ഒരു സ്റ്റേ എടുക്കുകയാണ് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രമായിട്ട് അങ്ങനെ വിചാരിക്കുന്നുണ്ട്, അവരെല്ലാണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ട് ഇറങ്ങുന്നതിന് മുന്നേ. അപ്പോൾ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ പാത്രം കഴുകുന്നതിന് മുന്നേ അപ്പോൾ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അതാത് സാധനങ്ങളിൽ എടുത്തു വെച്ചാലല്ലേ ഇനി കഴുകി വെക്കാനുള്ള പാത്രം വെക്കാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കുള്ള ചായ, ഞാനും സുജിയും മക്കളെ എണീച്ചിട്ടുള്ളൂ. ചായ അല്ല കേട്ടോ, കോഫി. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കോഫി പ്രാന്ത് ഇളകിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ കോഫിയാണ് എല്ലാവർക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ പാല് തിളക്കണതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ രണ്ട് പ്ലേറ്റ് കഴുകി വെക്കുന്നുണ്ട്. അത്രയും സമയം സേവ് ചെയ്യണ്ടേ. അപ്പോൾ സമയം നമുക്ക് തീരല്ലല്ലോ. 9 മണിയാകുമ്പോഴേക്ക് ഇറങ്ങണം. കാരണം നമ്മൾ മാത്രമായിട്ടല്ലല്ലോ ട്രിപ്പ് പോണത്. നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് എല്ലാവരും ഹോട്ടലിൽ വെയിറ്റ് ചെയ്യല്ലേ. അപ്പോൾ ഒരുമിച്ച് ഇറങ്ങല്ലേ എല്ലാവരും. അപ്പോൾ അങ്ങനെ സമയം കളയാനില്ല. അപ്പോൾ ഞാൻ കോഫിയൊക്കെ ആയിട്ട് മക്കളവിടെ കിട്ടി ഗ്യാപ്പിലൊക്കെ ഉറങ്ങുന്നുണ്ട്. ചെയറിലൊക്കെ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ രാത്രി നല്ല ലേറ്റായിട്ടാണ് എല്ലാവരും ഉറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കോഫിയായിട്ട് ആക്കിയപ്പോഴത്തേക്കും മക്കൾ ഉറങ്ങുകയാണ് കേട്ടോ. എല്ലാവരും ചെയറിലൊക്കെ കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ കോഫി നല്ല ഇങ്ങനെ പതപ്പിക്കും കേട്ടോ. അപ്പോൾ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇന്നലെ കുറേ സ്നാക്സുകളൊക്കെ വീട്ടിലിങ്ങനെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ആ സ്നാക്സുകളൊക്കെ ഞാൻ കുറേ ഇന്നലെ ചേച്ചിക്കൊക്കെ കൊടുത്തയച്ചു. കാരണം ഇനി ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നാലും ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ ഇനി കുറേയൊക്കെ സ്നാക്സ് പിന്നെ കേടരില്ലേ. അപ്പോൾ കുറേയൊക്കെ കളയാനുള്ളതൊക്കെ കളഞ്ഞു. പിന്നെ കുറച്ച് നല്ലതെന്നുള്ളതൊക്കെ ഞാൻ കുറച്ച് ചേച്ചിക്ക് കൊടുത്തയച്ചു. പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറ്റുന്നതൊക്കെ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. എന്നിട്ട് ബാക്കി സ്നാക്ക് ബോട്ടിൽസൊക്കെ കഴുകി ഉണക്കി. അപ്പോൾ ഉണക്കിയ ബോട്ടിൽസൊക്കെ തിരിച്ച് അങ്ങനെ വെക്കേണ്ട സ്ഥാനത്തേക്കൊക്കെ വെച്ച് അങ്ങനെയൊക്കെ നീറ്റാക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ നീറ്റാക്കി വെച്ചാൽ എനിക്ക് പോകുന്നതിനൊക്കെ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് ശരിക്കും ഇന്നലെ രാത്രി വെക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് എല്ലാം കൂടി സമയം അങ്ങോട്ട് തികഞ്ഞില്ല കേട്ടോ. എന്താ പറയുക, അപ്പോൾ എനിക്ക് ഇരുന്ന് കോഫി കുടിക്കാനെന്നുള്ള ഒരു ടൈമില്ല കേട്ടോ. അപ്പോൾ എല്ലാം അങ്ങനെ പണീൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കോഫി കുടിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാം ഒരു തകൃതി എന്നാണ്. പിന്നെ രാത്രി എല്ലാം കുളിച്ച് കിടന്നതുകൊണ്ട് ഇനി കുളിക്കണമൊന്നുമില്ല. ഒക്കെ ഇനി എല്ലാം ഡ്രസ്സ് മാറാനേ ഉള്ളൂ. എല്ലാം അങ്ങനത്തെ പണികളൊക്കെ രാത്രി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ അങ്ങനെ കഴുകാനുണ്ട്. പിന്നെ പിസ്സൻ്റെ ഒരു കാർഡ്ബോർഡ് കണ്ടോ? ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾ പിസ്സ വാങ്ങിയത് കണ്ടോ? പിസ്സ ഇനിയും അതിൽ ബാക്കിയുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ജുബിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, അവരും കഴിച്ചിട്ടും ബാക്കിയുണ്ട്. പിന്നെന്താ പറയുക, അത്രയും വലിയ പിസ്സ ആയിരുന്നു. ഞങ്ങൾക്ക് വലിയൊരു അബദ്ധമാണ് അത് പറ്റിപ്പോയത്. ഞങ്ങൾ മാത്രമാകുമ്പോൾ അത് വാങ്ങാൻ പറ്റില്ലായിരുന്നു. കുറച്ചും കൂടി ആൾക്കാർ വേണമായിരുന്നു അത് വാങ്ങാൻ വേണ്ടിയിട്ട്.
അത് വലിയൊരു അബദ്ധമായിപ്പോയി. ഞങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് വിചാരിച്ചില്ല. പിന്നെ കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു, കുറേ വേസ്റ്റ് കളയാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കളഞ്ഞു. പക്ഷെ എന്തോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ പോകാനൊരു സമാധാനമല്ലോ. പിന്നെ കത്തിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ അതൊക്കെ വേസ്റ്റ് കുറച്ച് ഞാൻ കാർഡ്ബോർഡ്സും കാര്യങ്ങളൊക്കെ കത്തിക്കുകയാണ് ചെയ്യുക. പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും കത്തിക്കുകയല്ല കേട്ടോ ചെയ്യുക. അതൊക്കെ ഒരു ചാക്കിലാക്കി വെക്കും. പിന്നെ ഹരിതകർമ്മസേന വരുമല്ലോ, മാസത്തിൽ വരും, അവർ കൊണ്ടുപോവുകയാണ് ചെയ്യുക. അവർക്ക് ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും അവർക്ക് ഒരു 60 രൂപ കൊടുക്കണമല്ലോ, അപ്പോൾ അവരെന്നെ കൊണ്ടുപോവുകയാണ് ചെയ്യുക. പിന്നെ അത് അങ്ങനെ ആക്കി വെക്കും. ഏതായാലും എല്ലാം ഇപ്രാവശ്യം എല്ലാം അങ്ങോട്ട് ചാക്കിലാക്കി വെച്ചു. കാരണം എനിക്ക് കത്തിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാം അങ്ങോട്ട് ചാക്കിലാക്കി വെച്ചു. പിന്നെ എന്താ പറയുക, വെക്കാനുള്ളതൊക്കെ എല്ലാം ഇതാക്കി വെച്ചു. പിന്നെ ഞാൻ പോയാലും ചേച്ചീനോട് ഞാൻ 2 ദിവസം കൂടുമ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി സൂചി ഇവിടെ ഉണ്ടെങ്കിലും ഒരു 2 ദിവസം കൂടുമ്പോൾ വന്നിട്ട് എല്ലാം ഒന്ന് സൂചീൻ്റെ ഒക്കെ ഒന്ന് അലക്കി വൃത്തിയാക്കി എന്താ പറയുക, ക്ലീനാക്കി വെച്ച് പോകാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചി അതൊക്കെ നീറ്റാക്കി വെച്ചോളും. പിന്നെ ഇത് ഈ ഒരു ബാസ്ക്കറ്റിലേക്ക് ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊണ്ടുപോകണം കാറിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അല്ലെങ്കിൽ മക്കൾ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ നിർത്താൻ പറയും, ബിസ്ക്കറ്റ് അത് വേണം ഇത് വേണം എന്നൊക്കെ. ഇത് ഈ ബാസ്ക്കറ്റിൽ വീട്ടിലുള്ളതൊക്കെ കൊണ്ടുപോയാൽ മക്കളെ വല്ലാതെ വെറുപ്പിക്കൂല കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ ചെയ്ത വലിയൊരു അബദ്ധമാണ് ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഇടാനുള്ള ഡ്രസ്സ് വരെ ഞാൻ പാക്ക് ചെയ്ത് ഈ പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ രാവിലെ ഈ പെട്ടി വലിച്ചിട്ടിട്ട് മക്കളതും എൻ്റെതും എല്ലാവരതും ഈ പെട്ടിയിൽ രാവിലെ ഇപ്പോൾ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് എല്ലാവരതും ഞാൻ ഈ പെട്ടിയിലാക്കിയിട്ട് ഭദ്രമാക്കി പൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പം അത് തിരയാണ് കേട്ടോ. ഇതിൽ വല്ലാത്ത അബദ്ധമാണ് ഞാൻ ഈ ചെയ്ത് വെച്ചത്. അതാണ് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഈ നേരമില്ലാത്ത നേരത്ത് ഞാൻ വല്ലാത്ത അബദ്ധങ്ങളാണല്ലോ ചെയ്യുക. അപ്പം എനിക്കിപ്പോൾ അലമാരയിൽ നോക്കി വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഉണ്ടോ, അപ്പോൾ എനിക്കൊന്നും ഇഷ്ടപ്പെടില്ല. പോകാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് നോക്കി, അപ്പോൾ എനിക്കൊന്നും ഇഷ്ടപ്പെടില്ല പോകാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട്. അവസാനം ഞാൻ വിചാരിച്ച ഡ്രസ്സ് തന്നെ നോക്കിയിട്ടിട്ട് അപ്പം ഞാനിപ്പോൾ അതൊക്കെ ഇട്ട് പിന്നെ ജസ്റ്റ് എന്താ പറയുക, മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞാൻ പിന്നെ ഓൾറെഡി പോകുമ്പോൾ ഈ പാക്കിങ്ങിനുള്ള മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പോകുമ്പോൾ അങ്ങോട്ട് പാക്ക് ചെയ്യാമെന്നാണ് ഓൾറെഡി വിചാരിച്ചതായിരുന്നു. കാരണം ഇട്ടിട്ട് അതൊക്കെ അങ്ങ് നേരെ അങ്ങോട്ട് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ഓരോന്ന് ഇടുന്നത് അപ്പം അങ്ങനെ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഓരോന്ന് അന്നേരം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എടുക്കേണ്ട, അത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഓൾറെഡി വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ പാക്ക് ചെയ്തു. അയ്യോ, അത് അന്നേരമൊക്കെ ഭയങ്കര പ്രഷർ ആയിരുന്നുണ്ട്. കാരണം ഓൾറെഡി 8:30 ആയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ കോള് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സുജി ഓൾറെഡി മാറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭർത്താക്കന്മാർ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി എന്താ പറയുക, ബുദ്ധിമുട്ടാവുമല്ലോ. എന്താ പറയുക, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് മക്കളെ മാറ്റിക്കണം, നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യണം, നമുക്ക് നമ്മളെ മാറ്റിക്കണം, മക്കളെ മാറ്റിക്കണം, വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യണം. ബാക്കിയുള്ള എല്ലാ കാര്യം ഭർത്താക്കന്മാരെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാകും. എന്നിട്ട് ഭർത്താക്കന്മാർക്ക് എന്നിട്ട് നമ്മളെ കഴിഞ്ഞില്ലേ എന്നുള്ള ചോദ്യം കേൾക്കുമ്പോൾ നമ്മൾ ആകെ പ്രഷറാവില്ലേ. അയ്യോ, ഞാൻ ആകെ പ്രഷറായിട്ടുണ്ടായിരുന്നേ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത് കേട്ടോ. വലിയൊരു പ്രഷർ അവിടുന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ ഈ ഒരു ടൈമിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പ്രഷറായി ഉണ്ടായിരുന്നു. ഏതായാലും ഞാൻ വേഗം പിന്നെ ലാസ്റ്റാണ് ചാർജറൊക്കെ എടുത്ത് വെക്കേണ്ടതൊക്കെ. ചാർജർ എടുത്ത് വെച്ചില്ലെങ്കിൽ എന്താ പറയുക, പിന്നെ ഒന്നും നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ വെറുതെ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് പോലെ. അവസാനം എന്തൊക്കെയോ എടുത്തു വെച്ചിട്ടും എന്തൊക്കെയൊക്കെയോ മറന്നൊരു പ്രതീതിയായിരുന്നു കേട്ടോ. എന്തൊക്കെയൊക്കെയോ ഞാൻ വാരി വലിച്ചെടുത്ത് വെച്ചു. ലാസ്റ്റ്
ഞാൻ ഇയറിങ്ങൊക്കെ വേറെ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇട്ട ഇയറിങ്ങിലൊക്കെ പോയി. വേറെ എക്സ്ട്രാ ഇയറിങ് പോലും ഞാൻ എടുത്തു വെച്ചിട്ടില്ല. ഞാൻ ആകെ എന്താ പറയുക, ഒന്നും അങ്ങനെ എക്സ്ട്രാ ഒന്നും എടുത്തു വെച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ഒന്നും എല്ലാം മറന്നു പോയിട്ടോ. പിന്നെ ഹസ്ബൻഡ് അവിടെ മക്കളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മൂത്ത മോന് ചെറിയ ഒരു കണ്ണിന് പവർ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ മോനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, കണ്ണട എടുത്ത് വെച്ചില്ലേ, എക്സ്ട്രാ കണ്ണട എടുത്ത് വെച്ചില്ലേ എന്നൊക്കെ ചോദിക്കണത് കേട്ടപ്പോഴാണ് എൻ്റെ കണ്ണട എവിടെയെന്നൊക്കെ ഇങ്ങനെ എൻ്റെത് കാര്യം ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ എടുത്തു വെച്ചു. സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എല്ലാം എഴുതി വെക്കാറാണ് ചെയ്യാറ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ എഴുതി വെക്കാൻ വേണ്ടി പോലും എനിക്ക് അങ്ങനെ ഒന്നും ഓർമ്മ വന്നത് പോലുമില്ല. എന്താണ് ഇപ്രാവശ്യം പറ്റിയത് പോലും എനിക്കറിയില്ല കേട്ടോ. ഒന്നും ഓർമ്മ വന്നില്ല. പോട്ടെ, സാരമില്ല. പിന്നെ ഈ വണ്ടിയിലേക്ക് എടുത്തു വെക്കണ ചടങ്ങായിട്ടോ. ഞാൻ പിന്നെ വേഗം ട്രൈപോഡ് അവിടെ കൊണ്ടുവച്ചു. കാരണം എനിക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കേട്ടോ. കാരണം അത്രയും തിരക്കായി പോയി. ലാസ്റ്റിലേക്ക് എന്തൊക്കെയാണ് എടുത്തു വെക്കേണ്ടതെന്ന് പോലും ഓർമ്മയില്ലാത്തൊരു തിരക്കായി പോയി ലാസ്റ്റിലേക്ക് കേട്ടോ. മക്കൾ പിന്നെ വേഗം അവരെ പുതപ്പും ഇവർ ട്രാവലിൽ കുറച്ച് ലോങ് ട്രാവലാകുമ്പോൾ വേഗം അവർ പുതപ്പും ബാക്കിൽ വേഗം പുതച്ച് സെറ്റായി ഫോണൊക്കെ കണ്ട് കിടക്കാമല്ലോ, നല്ല സുഖമല്ലേ. പിന്നെ വേഗം ഞങ്ങൾ ടിയാര ഹോട്ടലിലേക്കാണ് പോയത്. ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾക്ക് അവിടെയാണ് എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നാണ് ഞങ്ങളെ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ട്രിപ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.